എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കോ ഓട്ടടക്കൊക്കെ നല്ലതായിട്ടുള്ളൊരു കറിയാണ്. പൊറോട്ടയ്ക്ക് വരെ നല്ല മാച്ചായിട്ടുള്ളൊരു കറിയാണിത്. നല്ല തിക്കായിട്ടുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ശരിക്കും നല്ല മസാലക്കറിയുടെയൊക്കെ ഒരു സ്മെല്ലുള്ള കറിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. ഡെയിലി നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണത്. കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് കടല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും 1 തക്കാളിയും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചതാണിത്. റെസിപ്പി ഒരുപാട് നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ വേവിച്ചിട്ട് വെച്ചതാണ്. ശേഷം നമുക്ക് തേങ്ങ വറുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്നുകൂടി ഒരു 5-6 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 3-4 അല്ലി വെളുത്തുള്ളി ഇടാം. അതിനുശേഷം 3 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതിനുശേഷം നമ്മൾ 1.5 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയല്ല, മുഴുവൻ മല്ലി തന്നെയാണ്. 1.5 ടീസ്പൂൺ മല്ലി, 5 ഉണക്കമുളക് ഇടുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ 5 എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനുശേഷം നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഒരുപാട് വേണ്ട, ചിരകിയ തേങ്ങ 1/4 കപ്പേ ഇടുന്നുള്ളൂ. ഒരുപാട് തേങ്ങ വേണ്ട. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വറുത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കണം. ശരിക്കും മല്ലി, മുളക് ഇതെല്ലാം കൂടി നമ്മൾ വറുത്തിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. മാത്രമല്ല കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ വറുത്തിട്ട് തന്നെയാണ് അരയ്ക്കുന്നത്. ഇതെല്ലാം അരിഞ്ഞ് ചേരുമ്പോൾ ശരിക്കും നല്ലൊരു സ്മെല്ലുള്ള കറി തന്നെ ആയിരിക്കും. ഇത് നല്ല ടേസ്റ്റുമാണ്. വറുത്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ വേറെ മല്ലിയോ മുളകോ അങ്ങനത്തെ ഒരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മല്ലി മുളകൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വറക്കുന്നുണ്ടല്ലോ. നന്നായി വറവായി കഴിഞ്ഞാൽ നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കണം ആദ്യം. അതിനുവേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി അതിലേക്കാണ് നമ്മൾ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അന്ന് പൊടിച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിക്കാതെ പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയാണ്. 2 ടീസ്പൂൺ ഇടാം, 1 ടീസ്പൂൺ ഇട്ടാലും മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല വീണ്ടും അടുപ്പത്ത് വെക്കുന്നുണ്ട്. കുക്കറിലല്ലാതെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കടല പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഉപ്പിടാതെയാണ് വേവിച്ചത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. അടുപ്പിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആ കടലയും തേങ്ങയും എല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കടല ചേർത്തുകൊണ്ട് തന്നെ അത് കറി പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് തിളച്ചിട്ടേ നമ്മൾ എടുക്കാവുള്ളൂ. പക്ഷേ തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നില്ല. സാധാരണ നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിന് അങ്ങനെ ചെയ്യണം എന്നില്ല. കാരണം നമ്മൾ നന്നായിട്ട് വറുത്തരച്ചതായത് കാരണം കുറച്ച് സമയം 2 മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ഓഫ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് വറവിട്ട് കൊടുക്കണം. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, 2-3 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഉള്ളി നന്നായിട്ട് മൂക്കണം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവ് കൂടാൻ വേണ്ടി മാത്രമല്ല, കറിക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. നല്ല കളറിൽ കാണാൻ വേണ്ടിയിട്ടാണ് കറി. അപ്പോൾ നമ്മൾ വറുത്തൊഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല തിക്കായിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.